നമ്മൾ പറഞ്ഞു കയറ്റിയതാണ് ആരൊക്കെയോ. നമ്മളാണ് ഫുട്ബോൾ കളിന്റെ രാജാക്കന്മാരൊന്നും ഫാൻസുകളൊന്നും. നമ്മൾ ഈ നാടായ നാട് മൊത്തം ഫ്ലെക്സ് നിറച്ചില്ലെങ്കിൽ, അന്യ രാജ്യങ്ങളുടെ കൊടി കെട്ടി മലിനമാക്കിയില്ലെങ്കിൽ ആ കളിക്ക് എന്തോ കുഴപ്പം പറ്റുന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഫ്ലെക്സ് മത്സരമാണല്ലോ നടക്കുന്നത്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ലാസ്റ്റ് 400 അടി നീളമുള്ള ഫ്ലെക്സ് ആണ് കേരളത്തിൽ നമ്മുടെ ജില്ലയിൽ സ്ഥാപിച്ചത്. 400 അടി. എത്ര കമ്പി വേണം, എത്ര ഫ്ലെക്സ് വേണം? അതിൽ നിന്ന് എന്തൊക്കെ കെമിക്കൽ അന്തരീക്ഷത്തിൽ പരന്നുകൊണ്ടിരിക്കുന്നു. ആ നാട്ടുകാരുടെ ആരോഗ്യത്തിന് എത്രമേൽ അത് ക്ഷീണം വരുത്തുന്നു. എത്ര ലക്ഷം രൂപ അത്തരം സാങ്കേതികൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നു. ഈ ഫുട്ബോൾ മത്സരം കഴിഞ്ഞാൽ അതിന്റെ പ്രസക്തി എന്താണ്? എന്നിട്ട് അതിനോട് മത്സരിച്ച് ഇനി 450 ഫ്ലെക്സ് വെക്കുന്നവരാണ് ആ ഫ്ലെക്സ് യുദ്ധത്തിൽ വിജയിക്കാൻ പോണത്. കാരണം അവർ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്, കൊണ്ടുവരും ഇതിനേക്കാൾ വലുതൊന്നും. 350 അടിയുണ്ട്. ഇടുക്കിയിൽ ഒരു പാടത്ത് മൊത്തം സ്ഥാപിച്ചതുണ്ട്. ചെറിയ ചെറിയ ടീമിന്റെ ഫാൻസുകൾ അവരെ കൊണ്ടാകും വിധത്തിൽ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തൊക്കെ ഒരു ടൗണിലെത്തിയാൽ ഫ്ലെക്സിന്റെ വിഷമേൽക്കാതെ ഈ സമയത്ത് ഒരു മനുഷ്യന് തിരിച്ചു വരാൻ സാധ്യമല്ല.